അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനാണ് അബൂലഹബ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന വീതിയിൽ വലിയ മുൾവേലികൾ സൃഷ്ടിക്കുകയും പ്രവാചക ദൗത്യം പരാജയപ്പെടുത്തുവാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്ത ഖുറൈശി പ്രമുഖനാണ് അബൂലഹബ്. പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ പേരെടുത്ത് ആക്ഷേപിക്കപ്പെട്ട ഏക വ്യക്തി. പരസ്യ പ്രബോധനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിർദ്ദേശം നൽകിയപ്പോൾ പ്രവാചകർ പരിശുദ്ധ കഅബയുടെ ചാരത്തുള്ള അബൂ ഖുബൈസ് പർവ്വതത്തിൽ കയറി നിന്നിട്ട് ഖുറൈശികളെ എല്ലാവരെയും വിളിക്കുന്നൊരു രംഗമുണ്ട്. എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മലമുകളിൽ കയറി നിൽക്കുന്ന പ്രവാചകൻ ജനങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ മലമുകളിലാണുള്ളത്, നിങ്ങൾ മലയുടെ താഴ്വാരത്തും. മലയുടെ പിൻവശത്ത് മക്കയെ, കഅബയെ, നമ്മെ ആക്രമിക്കുവാൻ ഒരു കൊള്ളസംഘം വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കുവാൻ കഴിയുമോ? ആ ജനത ഒന്നടങ്കം പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിച്ചുകൂടാ? മാ ജറബ്ന അലൈക കദിബ, ഇന്ന് വരെ ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ലല്ലോ. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, എന്നാൽ അതിനേക്കാൾ അപകടകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നാം ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയതൊന്നും ദൈവങ്ങളല്ല, ആരാധിക്കപ്പെടേണ്ടവയല്ല. ആരാധിക്കപ്പെടാൻ ഒരാൾ മാത്രമേ അർഹതയുള്ളൂ, അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഞാൻ, ദൂതനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ആദ്യമായി കൈ ചൂണ്ടിയത് അബൂലഹബാണ്. തബ്ബല്ലക് അലിഹാദാ ജമഅതന, നാശം നിനക്ക്, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന്. ജനങ്ങളെല്ലാവരും അബൂലഹബിൻ്റെ വാക്ക് കേട്ട് പിന്തിരിഞ്ഞു പോയി. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, സൂറത്തിറക്കി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്വലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ 3 പ്രവചനങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചിട്ടുണ്ട്, അവൻ തന്നെ നശിച്ചിട്ടുണ്ട്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ സമ്പത്തോ സന്താനങ്ങളോ അവന് ഒരുവിധ ഉപകാരവും ചെയ്യുകയില്ല, ഗുണം ചെയ്യുകയില്ല. ഒന്നാമത്തെ പ്രവചനം അതാണ്. ഈ സംഭവത്തിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂലഹബിനെ പല സമയത്തും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, ഭീകരമായ നരകമുണ്ട്, നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ എത്ര അപകടമുണ്ടെങ്കിലും എത്ര മാരകമാണ് എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കെൻ്റെ സമ്പത്തുണ്ട്, എനിക്കെൻ്റെ സന്താനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറായിരുന്നു പതിവ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ സമ്പത്തോ സന്താനങ്ങളോ അവന് ഒരു ആവശ്യവും തീർത്തു കൊടുത്തിട്ടില്ല എന്ന്. രണ്ടാമത്തെ പ്രവചനം, സയസ്വലാ നാറൻ ദാത ലഹബ്, കത്തിയാളുന്ന നരകത്തിൽ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും. അഥവാ ജീവിതകാലത്ത് അവന് മുസ്ലിമാവാൻ കഴിയുകയില്ല, അവൻ നരകത്തിൽ പ്രവേശിക്കേണ്ടവൻ തന്നെയാണ് എന്ന്. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമന്ന് നടക്കുന്ന അവൻ്റെ ഭാര്യ ഉമ്മു ജമീലും നരകത്തിൽ പ്രവേശിക്കും, അവൾക്കും വിശ്വസിക്കാൻ കഴിയുകയില്ല. മൂന്നാമത്തെ പ്രവചനം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ദ്രോഹിച്ചു, വല്ലാതെ ആക്രമിച്ചു, പല രീതിയിലുള്ള പീഡനങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിധേയമാക്കി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 മക്കളെ റുഖിയ ബീവിയെയും ഉമ്മു കുൽസൂമിനെയും വിവാഹം ചെയ്തിരുന്നത് അബൂലഹബിൻ്റെ 2 മക്കളാണ്, ഉത്ബത്തും ഉതൈബത്തും. അവരോട് റസൂലുള്ളാഹി തങ്ങളെ 2 മക്കളെയും വിവാഹമോചനം നടത്തുവാൻ അവൻ ആവശ്യപ്പെടുകയും അവർ ആ മക്കളെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കുകയും ചെയ്തു എന്ന് വരെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ചരിത്രത്തിൽ നിന്ന്. അങ്ങനെ ദ്രോഹിച്ചു റസൂലുള്ളാഹി തങ്ങളെ. പക്ഷേ പിന്നീട് ഈ പ്രവചനങ്ങളെല്ലാം സത്യമായി പുലർന്നു.
ബദർ യുദ്ധമുണ്ടാകുന്ന സമയത്ത് റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ഹിജ്റയുടെ 2-ാം വർഷം ബദർ യുദ്ധമുണ്ടാകുന്നു. അതിന് മുമ്പായിട്ട് അബൂ ലഹബിൻ്റെ ശരീരത്തിൽ ചെറിയ ചെറിയ ചില മുറിവുകൾ ഉണ്ടാകുന്നു. ആ മുറിവുകൾ പിന്നെ പഴുത്ത് വലുതായി വരുന്നു. അബൂ ലഹബിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും അബൂ ലഹബിൻ്റെ അസുഖം മാരകമായിട്ടുണ്ട്. മുറിവുകൾ, വ്രണങ്ങൾ വല്ലാതെ വന്നിട്ടുണ്ട്. ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മക്കയുടെ പരിസര പ്രദേശത്തു നിന്ന് മാറി പ്രാന്തപ്രദേശത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ പ്രത്യേകമായ റൂമിൽ അബൂ ലഹബിനെ അടക്കം ചെയ്തു. ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തെങ്കിലായി, അത് കഴിച്ചെങ്കിലായി, ആരും ശ്രദ്ധിക്കുന്നില്ല. മക്കൾ നോക്കുന്നില്ല, കുടുംബങ്ങൾ നോക്കുന്നില്ല. മരണപ്പെട്ടതിനു ശേഷം നമുക്ക് കാണാം, മഹാനായ ഇമാം തബറാനി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസ് ചരിത്രത്തിൽ നമുക്ക് കാണാം, അന്നൽ അദസത ഖുർഹത്തുൻ കാനത്തിൽ അറബു തതശാഅമു ബിഹാ. ദുർലക്ഷണമായി കണ്ടിരുന്ന ഒരു രോഗമാണ് അദസത്ത് എന്ന് പറയുന്നത്. അത് ഇത്തരം മുറിവുകളാണ്. വയറൗന അന്നഹ തഅദ്ദ അശദ്ദൽ അദ്വ. അത് വല്ലാതെ പടരുന്ന രോഗമാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നു. ഫലമ്മ അസ്വാബത്ത് അബാ ലഹബിൻ തബാഅദ അൻഹു ബനൂഹു. മക്കളടക്കം എല്ലാവരും അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി രോഗമുണ്ടായപ്പോൾ. വബഖിയ ബഅദ മൗതി സലാസതൻ ലാ തഖർബു ജനാസതഹു. മരണപ്പെട്ടതിനു ശേഷം 3 ദിവസമായിട്ടും ആരും അയാളുടെ ജനാസയുടെ അടുത്തേക്ക് വന്നതേ ഇല്ല. വലാ യുഹാവിലു ദഫ്നുഹു. മറവ് ചെയ്യാൻ ആരും തയ്യാറായതുമില്ല. അങ്ങനെ പിന്നെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ആളുകളെല്ലാം ആക്ഷേപിക്കുവാനും കുറ്റപ്പെടുത്തുവാനും തുടങ്ങിയപ്പോൾ ആ പ്രദേശത്ത് ഒരു വലിയ കുഴി കുഴിക്കുകയും ആ കുഴിയിലേക്ക് വലിയ കോല് കൊണ്ട്, ഒരു ദണ്ട് കൊണ്ട് തോണ്ടി 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 ആ കുഴിയിലേക്ക് ഇടുകയും ഹത്താ ദഫനൂഹു ബിഊദിൻ ഫീ ഹുഫ്റതിഹി വഖദഫൂഹു ബിൽ ഹിജാറതി മിൻ ബഈദിൻ ഹത്താ വാറൂഹു. ആ കുഴിയിലേക്ക് അവരെ തോണ്ടിയിടുകയും അങ്ങനെ ഇട്ടതിനു ശേഷം ദൂരെ നിന്ന് വലിയ വലിയ പാറക്കല്ലുകൾ എറിഞ്ഞുകൊണ്ടാണ് അയാളെ അതിൽ മറവ് ചെയ്തത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ സമ്പത്തോ സന്താനങ്ങളോ അവനൊരു ഉപകാരവും ചെയ്തില്ല. മരിക്കുന്നതുവരേക്കും ഒരു ജനങ്ങളെ ബോധിപ്പിക്കുവാൻ വേണ്ടിയെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അയാളുടെ ഭാര്യ ഉമ്മു ജമീലിന് സാധിച്ചിട്ടില്ല. 3 പ്രവചനങ്ങളും സത്യമായി പുലർന്നു എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.